ഹായ് ഗൈസ്, ഇതെന്താണെന്നറിയോ? സ്ക്രീൻ വാഷ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് സ്ക്രീൻ വാഷ് അല്ല. പിന്നെ എന്താണിത്? അത് പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ ഒരു ഫ്രണ്ടിന് അവൻ ഫാമിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഒരു വണ്ടി ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ ഒഴിക്കുന്നത് പെട്രോൾ അല്ല, ആ വണ്ടിയിൽ ഒഴിക്കുന്നത് ഓയിലാണ്. ഇപ്പോൾ വണ്ടിയിൽ ഉപയോഗിച്ച എഞ്ചിൻ ഓയിലോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ എന്ത് ഓയിൽ ഒഴിച്ചാലും ആ വണ്ടി ഓടും. അപ്പോൾ ഞാൻ ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഒരുപാട് വറുക്കുകയും പൊരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓയിൽ ഒരുപാട് ബാലൻസ് വരുമെന്ന് അവനറിയാം. അപ്പോൾ ആ ഓയിലെല്ലാം സേവ് ചെയ്ത് വെച്ച് അവന് കൊടുക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ സേവ് ചെയ്ത് വെച്ച ഓയിൽ അവന് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങനെ കൊടുക്കാൻ നോക്കിയപ്പോഴേക്കും അവൻ ആ വണ്ടി സെയിൽ ചെയ്തു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇനി എനിക്ക് ഈ 5 ലിറ്റർ ഓയിൽ ബാധ്യതയായി. അപ്പോൾ ഇനി ഇത് സിങ്കിൽ ഒഴിച്ച് എനിക്കിത് കളയാൻ പറ്റില്ല. സിങ്കിൽ ഒഴിച്ച് കളഞ്ഞ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിങ്കിൻ്റെ അടിയിൽ പോണ പൈപ്പ് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പുറത്തോട്ടുള്ള പൈപ്പ് ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഒഴിച്ചാൽ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കൗൺസിലിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് കളയണം. കൗൺസിലിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഫ്രീ ആണ്. വെറുതെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുക. അവരുടെ ഡംപിങ് യാർഡിൽ കൊണ്ടുപോയി ഇത് കളഞ്ഞാൽ മാത്രം മതി. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഒത്തിരി പേര് ഈ വറുക്കുകയും പൊരിക്കുകയും ചെയ്യണ ഓയിലുകൾ നേരെ സിങ്കിലേക്ക് ഒഴിക്കുകയാണ്. അത് ഒഴിക്കരുത്. ഇവിടെ അധികം തണുപ്പില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ പോണത്. ചില സമയത്ത് തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ